നല്ല ഫൈറ്റായിരുന്നു. ഇതേപോലത്തെ പടം ഇതാണ് കാണേണ്ട പടം. ഫാമിലി തിയേറ്റർ പൂര എല്ലാരെയും കുടുംബസഭേനെ ഇന്ന് കാണണം. അങ്ങനെ മനോജ് ടി യാദവ് സംവിധാനം ചെയ്ത് നമ്മുടെ അപ്പാനി ശരത്തും ശ്വേതാ മേനോനും പ്രധാന വരുന്ന ജംഗാർ എന്ന റിലീസാണ്. സിനിമയാണെന്ന് സിനിമ കണ്ട പ്രശ്നം ചോദിക്കാം. അടിപൊളി പടമാണ്. എല്ലാവരും പോയി തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. എല്ലാവരും അപ്പാനി ശരത്തിന്റെ അഭിനയം എടുത്ത് തന്നെ പറയണം. കാരണം ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഇങ്ങനൊരു സിനിമ ചെയ്യുന്നത്. അതുകൊണ്ട് അടിപൊളി. ശ്വേതാ മേനോൻ എന്ന് പറയാം, ശ്വേതാ മേനോൻ ഒരു ബോൾഡ് ക്യാരക്ടർ എന്ന് തന്നെ പറയണം. കാരണം എല്ലാ പടത്തിലും ഒരു ചെറിയൊരു ഇതിൽ നല്ലൊരു ബോൾഡ് ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. DOP എല്ലാവരും ക്യാമറ എല്ലാം അടിപൊളിയാണ്. നല്ലൊരു കഥാപാത്രം നമ്മൾ ഇത് ഒരു എന്താ പറയാൻ ഒരു ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ ഫൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ഓൺ. മല്ലിച്ചേച്ചി നൈസ്. അത്ര തന്നെ മല്ലിച്ചേച്ചി നൈസ്. ഓക്കെയാണ്. ഇതുപോലൊരു പടത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത്. പിന്നെ ഇതേപോലത്തെ പടം ഇതാണ് കാണേണ്ട പടം. ഫാമിലി സെറ്റ് പടം. നൈസ് സിനിമയാണ് ബ്രോ. കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം. ഫസ്റ്റ് ഹാഫ് ചെറിയ ലാഗുണ്ട്, സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല, കൊള്ളാം. അപ്പാനിച്ചാറിന് നൈസാണ്, നൈസായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, കൊള്ളാം. ആക്ഷൻ ആണോ ബ്രോ വരുന്നത്? ആക്ഷൻ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് കണ്ടോണ്ടിരിക്കുക, നല്ല പടം. കൊള്ളാം, നല്ല പടമാണ്. എല്ലാരെയും കുടുംബസഭേനെ ഇന്ന് കാണണം. ശ്വേതാ മേനോനും അപ്പാനിയൊക്കെ എങ്ങനെയുണ്ട്? ശ്വേതാ മേനോനും അപ്പാനിയൊക്കെ കൊള്ളാം, സൂപ്പർ. ഒന്നും പറയില്ല, ഒന്നും പറയില്ല. മല്ലിച്ചേച്ചി തൂക്കി. കോമഡി ഇല്ല, കോമഡി ഒന്നും പക്കാ സീരിയസ് പടമാണോ? സീരിയസ് പടം. മല്ലിച്ചേച്ചി അടിപൊളിയായിരുന്നു. മല്ലിച്ചേച്ചി അടിപൊളിയായിരുന്നു. ഫൈറ്റ് സീൻ ഒരു രക്ഷയില്ല, പൊളി, സൂപ്പർ, നല്ല രസമുണ്ടായിരുന്നു. ചേച്ചി തിയേറ്റർ പൂരപ്പറമ്പായി പൂരപ്പറമ്പാക്കിയിട്ടാണ്. അപ്പാനി കൊള്ളായിരുന്നു. സ്ലോ മോഷൻ ഇത്തിരി കൂടി പോയതാണ്. കുഴപ്പമില്ലാത്ത പടം. അത് ബാക്കി പ്രേക്ഷകരാണ് ഇത് എഴുതേണ്ടത്. എങ്ങനെ മല്ലിച്ചേച്ചിയുടെ തീപാറുന്ന ഫൈറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നല്ല ഫൈറ്റായിരുന്നു.